ഹായ് കൂട്ടുകാരെ, ആദിനവി വെബ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് ചെയ്യാൻ പോകുന്നത് നല്ല കട്ടിച്ചാറോടുകൂടി തേങ്ങാപ്പാലോ കുക്കിംഗ് ക്രീമോ ഒന്നും ഇല്ലാതെ തന്നെ കട്ടിച്ചാറോടുകൂടി ചെയ്യാൻ പറ്റിയ കൂന്തൽ റോസ്റ്റിലേക്ക് കണവ റോസ്റ്റാണ്. 1 കിലോ ഉണ്ട്. ഇതുപോലെ നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള സ്ക്വിഡ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് കഴുകി എടുക്കുന്നുണ്ട്. അമ്മയാണ് കേട്ടോ കഴുകി തരുന്നത്. ഇത് കംപ്ലീറ്റ് പ്രിപ്പറേഷൻ നവീന്റെ വകയായിരുന്നു. അപ്പം അമ്മ നല്ലതായിട്ട് അതൊന്ന് കഴുകിയെടുത്തു. അതിൽ കുറെ മഷി ഉണ്ടായിരുന്നു. അപ്പൊ കഴുകി എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലെ ഒരു ഗ്ലാസ് പോലത്തെ അതിൻ്റെ ഒരു ബോൺ ഉണ്ടല്ലോ, അതൊക്കെ മാറ്റി അതിന്റെ സ്കിന്നൊക്കെ ഒന്ന് പീൽ ഓഫ് ചെയ്ത് കളയുന്നുണ്ട്. പിന്നെ അത് നല്ല രീതിയിൽ ഒന്ന് ക്ലീൻ ചെയ്ത് എടുക്കണമല്ലോ. അപ്പൊ അത് അമ്മ ചെയ്തു തരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മളിത് ചെയ്യാൻ പോണത് സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡിലാണ്. പക്ഷെ ഭയങ്കര തിക്കായിട്ടുള്ള ഒരു ഗ്രേവി നമുക്ക് കിട്ടും ഇതില്. അപ്പൊ അങ്ങനെ ഒരു രീതി നവീൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ലതായിരുന്നു, എന്നാൽ ഭയങ്കര എളുപ്പമായിരുന്നു. അപ്പൊ അതെങ്ങനെയാണെന്നാണ് ഷെയർ ചെയ്യാൻ പോണത്. ഇതുപോലെ നല്ല നീറ്റായിട്ട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് ചെറിയ റൗണ്ട് പീസുകളായിട്ട് മുറിച്ചെടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ സ്ക്വയർ ആയിട്ടാണെങ്കിലും മുറിച്ചെടുക്കാം. പിന്നെ ഒരു പാൻ ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് പെരിഞ്ജീരകം ഹോളായിട്ട് ചേർത്തു. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, സവാള, പച്ചമുളക്, കറിവേപ്പില ഇതൊക്കെ ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പുകൂടി ചേർത്തിട്ട് ഒന്ന് നല്ല സ്മൂത്ത് ആവുന്ന വരെ ഒന്ന് വഴറ്റി കൊടുത്തു. അതിനുശേഷം വേറൊരു പാത്രത്തിൽ നമ്മൾ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാലയും കൂടെ ചേർത്തിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. മസാല ചൂടാക്കിയിട്ട് ആഡ് ചെയ്യാമെന്ന് വിചാരിച്ച്. എന്നിട്ട് അതിൻ്റെ ഒരു പകുതി മസാല ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തു. എന്നിട്ട് നമ്മൾ അത് റെഡിയാക്കി വെച്ചിരിക്കുന്ന കൂന്തലാണ് കേട്ടോ. പിന്നെ നമ്മൾ ആ ഒരു കൂന്തൽ അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് തട്ടിപ്പൊത്തി മൂടി വെച്ചിട്ട് വേവിക്കാൻ കുറച്ച് സമയത്തേക്ക്, ഒരു 10 മിനിറ്റത്തേക്ക് ഒന്ന് മൂടി വെച്ചു. 10 മിനിറ്റ് ആവശ്യമില്ല, അതിനു മുമ്പ് റെഡി ആവും. അപ്പോൾ നമ്മൾ ഇനി ചെയ്യാൻ പോണത് കട്ടിച്ചാറിന് വേണ്ടിയിട്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഈ വഴറ്റി വെച്ച സവാളയും അതുപോലെ മസാല പൊടിയും കൂടെ ഇതുപോലെ പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുത്തു. നമ്മൾ വറുത്തെടുത്ത ആ പൊടിയും സവാളയും കൂടെയാണ്. എന്നിട്ട് അത് ഈ വെന്ത് വരുന്ന, അതായത് വെന്ത് പാകമായിരുന്ന കൂന്തൽ റോസ്റ്റിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ കൂന്തലിൽ നിന്ന് ഇറങ്ങിയ വെള്ളം തന്നെയാണ് അത്, വേറെ വെള്ളമൊന്നും നമ്മൾ ഒഴിച്ചിട്ടില്ല. എന്നിട്ട് ആ മസാല കൂടി, ആ അരച്ച പേസ്റ്റ് കൂടെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് പച്ചക്കറിവേപ്പിലൂടെ തൂക്കി കൊടുക്കുന്നുണ്ട്. വെള്ളം വേറെ ചേർത്തിട്ടില്ല. കുറച്ചുകൂടെ വെള്ളം ആവശ്യമുണ്ടെങ്കിൽ ചേർക്കാം, പക്ഷെ നമ്മൾ ഒട്ടും വേറെ വെള്ളം ചേർത്തിട്ടില്ല. അതിലെ വെള്ളവും പിന്നെ ആ ഒരു പേസ്റ്റ് കുറച്ച് അരച്ചിട്ട് ആ മിക്സിയുടെ ജാർ ഒന്ന് കഴുകി ഒഴിച്ചിട്ടുണ്ട്, അത്രേ ഉള്ളൂ. അപ്പൊ ഇതുപോലെ നല്ല ടേസ്റ്റി ആൻഡ് തിക്ക് ആയിട്ടുള്ള ഗ്രേവിയോട് കൂടിയ കൂന്തൽ റോസ്റ്റ് അല്ലെങ്കിൽ കണവ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ചേട്ടാ, ബൈ, ടേക്ക് കെയർ.